പാലോട്ടെ വീട്ടിലാണ് മോഷണം നടന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗണേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നീക്കവുമായി പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാത്തതിനാലാണ് നീക്കം. അതിനിടെ പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ എംപിമാർ. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചെയ്യുന്നുണ്ട്. ഫൈസൽ, നിർണായകമായിട്ടുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. പാർലമെന്റിലടക്കം പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. അതിര ഇന്ന് പ്രതിപക്ഷം സഭ ചേരാനിരിക്കെ വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നത്. വലിയൊരു പ്രതിഷേധം, അതായത് ഈ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം പ്രതിപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്നു. അതുകൊണ്ട് തന്നെ സഭ പിരിയുകയും ചെയ്തു. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ ഗണേഷ് കുമാറിനെതിരെ വലിയ ഒരു ഇംപീച്ച്മെന്റ് നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അതായത് ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണത്തിൽ ഇതുവരെയും തങ്ങൾക്ക് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇംപീച്ച്മെന്റ് നീക്കവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിന്റെ എംപി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് 2/3 ഭൂരിപക്ഷം വേണം. ഇംപീച്ച്മെന്റ് പാസ്സാവണമെങ്കിൽ 2/3 ഭൂരിപക്ഷമെങ്കിലും ഈ പ്രതിപക്ഷത്തിന് വേണം. അതെന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് പാസ്സായില്ല എങ്കിലും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് ഇംപീച്ച്മെന്റ് നീക്കത്തിന് ഒരുങ്ങുന്നത്. ഏതായാലും വലിയൊരു ചർച്ചാ വിഷയം മാറിയൊരു സംഭവമാണിത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ മറ്റ് കമ്മീഷണർ, തെരഞ്ഞെടുപ്പ് ഇലക്ടറൽ ഓഫീസർ അടക്കമുള്ളവരുടെ വാർത്താ സമ്മേളനം ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഉണ്ടായിരുന്നത്. അതിൽ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ വ്യക്തമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രീയമായ മറുപടിയാണ് നൽകിയത് എന്നാണ് ഈ പരക്കെ ഉയരുന്ന ഒരു വിമർശനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് നൽകിയത് എന്നാണ്. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഏകദേശം 3 സംസ്ഥാനങ്ങളിൽ, അതായത് അദ്ദേഹം എടുത്തു പറഞ്ഞ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഹരിയാന, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഈ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിവിധയിടങ്ങളിലായി ഒന്നിൽ കൂടുതൽ ഒരാളുടെ പേര് തന്നെ, അല്ലെങ്കിൽ ഒരാളുടെ വോട്ടിംഗ് ലിസ്റ്റ് തന്നെ ഒന്നിൽ കൂടുതൽ ബൂത്തുകളിൽ കാണുന്നു. ഒപ്പം തന്നെ ഈ ഒരു ബംഗളൂരുവിലെ മഹാദേവപുരയിലെ ഒരു വീട്ടിൽ 80ഓളം വോട്ടുകൾ. അത്തരത്തിൽ വലിയൊരു ആരോപണമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിലൂടെ ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചിരുന്നത്. അതിന് മറുപടിയാണെന്നാണ് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം ഇന്നലെ വിളിച്ചത്. ആ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ മറുപടി, അതായത് വ്യക്തമായ മറുപടി, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന് വ്യക്തമായ ഒരു മറുപടി നൽകാതെ രാഷ്ട്രീയം മാത്രം പറയുന്ന ഒരു രീതിയിലേക്ക് മാറി എന്നാണ് ഒരു പരക്കെ വരുന്നൊരു വിമർശനം എന്ന് പറയുന്നത്. രാഷ്ട്രീയ ചിന്തകർ, അല്ലെങ്കിൽ പ്രതിപക്ഷ എംപിമാർ, MLA മാർ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യം അത് തന്നെയാണ്. ഏതായാലും ഈ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഈ ഇത്തരത്തിലുള്ളൊരു മറുപടി വലിയൊരു മറുപടി നൽകിയതാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. അതായത് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിക്ക് നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു. അതായത് ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ജനാധിപത്യത്തോടുള്ള പരിഹാസമാണ് എന്നാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ ഒരു വിമർശനത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു മറുപടിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒപ്പം തന്നെ ഈ ഭരണഘടനയ്ക്കുള്ള വെല്ലുവിളി ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മറുപടി, പിന്നെ അതുപോലെ തന്നെ ഈ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താൻ നിൽക്കേണ്ട എന്നൊക്കെയുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇദ്ദേഹത്തോട് രാഹുൽ ഗാന്ധിയോട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ മറുപടി രാഹുൽ ഗാന്ധി നൽകുകയും ചെയ്തു. ഇന്നലെ ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന ഈ വോട്ട് അധികാർ യാത്ര, രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടക്കുന്ന വോട്ട് അധികാർ യാത്രയുടെ സമാപനം ചേർന്ന ഔറംഗാബാദിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇതിന് മറുപടിയും ഇന്നലെ നൽകിയത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും പേടിക്കില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പേടിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതുപോലെ തന്നെ സത്യവാങ്മൂലം നൽകാൻ തയ്യാറല്ല. അതായത് ഈ വിഷയത്തിൽ, ഈ ഒരു വോട്ട് ചോരി ആരോപണത്തിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണം. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് 7 ദിവസത്തിനകം രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണം, അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിലും മറുപടി രാഹുൽ ഗാന്ധി പറഞ്ഞു, തങ്ങൾ
സത്യവാങ്മൂലം നൽകാൻ തയ്യാറല്ല. അതുപോലെ തന്നെ ഈ അനുരാഗ് ഠാക്കൂർ, അതായത് BJP മുൻ മന്ത്രിയായിരുന്ന അനുരാഗ് ഠാക്കൂർ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ കള്ളവോട്ടുകൾ ചേർന്നു, ഒരാളുടെ പേര് തന്നെ മിക്ക ബൂത്തുകളിലും ഉണ്ട് എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ അനുരാഗ് ഠാക്കൂറും ഉന്നയിച്ചിരുന്നു. അനുരാഗ് ഠാക്കൂറിനോട് ഈ സത്യവാങ്മൂലം നൽകാൻ പറയാതെ തന്നോട് മാത്രം പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വാദപ്രതിവാദങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഇംപീച്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നീക്കവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു വോട്ട് ചോരി ആരോപണത്തിൽ ഇന്ന് സഭ വളരെ പ്രക്ഷുബ്ധമായി എന്ന് തന്നെ പറയേണ്ടി വരും. സഭയ്ക്ക് പുറത്ത് നിന്നാണ് MP-മാർ പ്രതിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇംപീച്ച്മെന്റ് പോകാനുള്ള ഒരു സംഭവമാണ്, ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇംപീച്ച്മെന്റ് പാസ്സാകില്ല എങ്കിലും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ആതിര. ശരി ഫൈസൽ, വോട്ടർ പട്ടിക ക്രമക്കേടിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നീക്കവുമായി പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാത്തതിനാലാണ് നീക്കം. അതിനിടെ പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ MP-മാർ. ഇടുക്കി മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി അടയ്ക്കാൻ ഇനി